പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ബാഇസ് എന്നുള്ള ഇസ്മ അത്ഭുതമാണ്. 50-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പല ആളുകളും പല വിഷമങ്ങളും പറഞ്ഞു വിളിക്കുമ്പോൾ നമ്മൾ നിർദ്ദേശിക്കുന്ന ചില ഇസ്മുകളുണ്ട്. നമ്മുടെ ഉലമാക്കളുടെ ഇജാസത്ത് പ്രകാരം അവർ നമുക്ക് പകർന്നു തന്ന അറിവ് പ്രകാരം അങ്ങനെ നമ്മൾ നിർദ്ദേശിക്കുന്ന ചില ഇസ്മുകളിൽ റിസൾട്ട് കിട്ടിയ വളരെ പ്രധാനപ്പെട്ട ചില ഇസ്മുകളുണ്ട്, നമ്മൾ ചേർത്ത് പിടിക്കുന്ന ഇസ്മുകൾ. അക്കൂട്ടത്തിൽപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മാണ് ബാഇസ് എന്നുള്ള ഇസ്മ. ഒരുപാട് നേട്ടങ്ങൾ ബാഇസ് എന്നുള്ള ഇസ്മിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് വളരെ പ്രധാനപ്പെട്ട 3-4 നമ്മൾ ചർച്ച ചെയ്യുകയാണ്. എന്തൊക്കെയാണ് എങ്ങനെയാണെന്നറിയാൻ മജ്ലിസ് മുഴുവനായും കേൾക്കുക, ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചെടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലാഹു സന്തോഷം നൽകട്ടെ, സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ സാമ്പത്തിക, ശാരീരിക, മാനസിക, പൈശാചികമായ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ലാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത ധാരാളം സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സഫലമാക്കട്ടെ, വിഷമങ്ങൾ മാറ്റിത്തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 50-ാമത്തെ ഇസ്മാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 99 ഇസ്മുകളാണ് അസ്മാഉൽ ഹുസ്ന എന്ന് അറിയപ്പെടുന്ന അത്ഭുതകരമായ ഇസ്മുകൾ. അതിലെ പകുതിയോളം ഇസ്മുകൾ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 50-ാമത്തെ ഇസ്മ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചർച്ച ചെയ്യുന്ന ഓരോ ഇസ്മുകളും അതിൻ്റെ ഫളലും അതിൻ്റെ അദദും അതിൻ്റെ അമലും മനസ്സിലാക്കിയിട്ട് നല്ല ഈമാനോടെ തവക്കുലോടെ അമല് ചെയ്തുകൊണ്ട് റിസൾട്ട് നേടിയെടുക്കാനും അള്ളാഹുവിൻ്റെ പൊരുത്തം നേടാനും അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഉച്ചരിക്കുന്നതിലൂടെ ആത്മീയവും ഭൗതികവുമായ ഒരുപാട് ലക്ഷ്യങ്ങളും നേട്ടങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്നതോടൊപ്പം അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിക്കുന്നതിൻ്റെ അത്ഭുതകരമായ പ്രതിഫലങ്ങൾ, ഹസനാത്തുകൾ, നന്മകൾ അള്ളാഹു നാളെ നമ്മുടെ നന്മയുടെ തട്ടിൽ അള്ളാഹു കാണിച്ചു തരുമാറാകട്ടെ എന്ന് ഈ ഒരു അവസരത്തിൽ ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ 50-ാമത്തെ ഇസ്മ ബാഇസ് എന്നുള്ളതാണ്. എന്താ ബാഇസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഅസത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള വചനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. പല അർത്ഥങ്ങൾ നമുക്കിതിന് കാണാൻ കഴിയും. യബ്അസുൽ ഖൽഖ ലിൽ ഹിസാബ്, വിചാരണയ്ക്ക് വേണ്ടിയിട്ട് ജനങ്ങളെ പുനർജീവിപ്പിക്കുന്ന ഖബറുകളിൽ നിന്ന് ജനിപ്പിച്ചുകൊണ്ട് വീണ്ടും ജനിപ്പിച്ചുകൊണ്ട് മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്ന അല്ലാഹ് നമുക്കറിയാം. അതുപോലെ ബാഇസുർ റുസുൽ, പ്രവാചകന്മാരെ ഹിദായത്തിന് വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്ന അല്ലാഹ് എന്നൊക്കെ നമുക്കിതിനർത്ഥം പറയാൻ കഴിയും. സാങ്കേതികമായി ഭാഷാപരമായി ദാഫിഅ്, തട്ടിക്കളയുന്നവൻ പോലെയുള്ള അർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും. അത്ഭുതകരമായ ഈ ഇസ്മിന്റെ അദദ് വരുന്നത് 573 ആണ്. ബാ 2, അലിഫ് 1, ഐന് 70, സാ 500, ടോട്ടൽ 573. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ പല ഇസ്മുകളുടെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇൻഷാ അല്ലാഹ് ബാഇസ് എന്നുള്ള ഇസ്മിൻ്റെയും അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. പല ഇസ്മുകളും പല ദിക്റുകളും പല ആയത്തുകളും പല സൂറത്തുകളും പലപ്പോഴും പല വിഷമങ്ങളും പറഞ്ഞു വിളിക്കുന്ന ആളുകൾക്ക് വേണ്ടി നമ്മൾ നിർദ്ദേശിക്കുമ്പോൾ പല ഘട്ടങ്ങളിലും റിസൾട്ട് കിട്ടിയ അനുഭവമുള്ള, നമ്മുടെ മുൻഗാമികൾക്കും അനുഭവം പറയാൻ കഴിയുന്ന അത്ഭുതകരമായ ഒരു ഇസ്മാണ് ബാഇസ് എന്നുള്ളത്. ഇൻഷാ അല്ലാഹ് ബാഇസിൻ്റെ അത്ഭുതകരമായ അമലുകൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ്.
ഒന്നാമത്തെ അമൽ എന്നുള്ളത് നമ്മുടെ ഹൃദയം പ്രകാശിക്കാൻ ബാഇസ് എന്നുള്ള ഇസ്മിനെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ മതി എന്നുള്ളതാണ്. ഹൃദയം പ്രകാശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു ഈമാൻ നൽകാൻ, യാതൊരു വസ്വാസും ഈമാനിന്റെ വിഷയത്തിൽ ഉണ്ടാകാതിരിക്കാൻ, പിശാചിനെ നമ്മെ പിഴപ്പിക്കാതിരിക്കാൻ, ഇബാദത്തുകളിൽ നമുക്ക് ആത്മീയമായ മാധുര്യം നുകരാൻ കഴിയാൻ, നല്ല താല്പര്യമുണ്ടാകാൻ, അഹങ്കാരം പോലെയുള്ള, അസൂയ പോലെയുള്ള, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥത പോലെയുള്ള നമ്മുടെ മനസ്സിന്റെ ദുഷിച്ച ചിന്തകളൊക്കെ തെറ്റിലേക്ക് കടന്നു ചെല്ലാനുള്ള ചിന്ത, പൈശാചികമായ ചിന്ത, ഇങ്ങനെയുള്ള ചിന്തകളിൽ നിന്നൊക്കെ നമുക്ക് മോചനം കിട്ടുകയും നല്ല പ്രകാശമുള്ള അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ ഹൃദയം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ബാഇസ് എന്നുള്ള ഇസ്മിനെ എല്ലാ ദിവസവും 573 തവണ യാ ബാഇസ് യാ അല്ലാ, യാ ബാഇസ് യാ അല്ലാ എന്ന് ചൊല്ലി വന്നാൽ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. രണ്ടാമത്തെ ഒരു അമൽ എന്നുള്ളത് ദുഷിച്ച ചിന്തകൾ മാറിക്കിട്ടാൻ, തെറ്റിലേക്കുള്ള ചിന്ത, വ്യഭിചാരത്തിലേക്കുള്ള ചിന്ത, കള്ളുകുടിയിലേക്കുള്ള ചിന്ത, സ്വയംഭോഗത്തിലേക്കുള്ള ചിന്ത. സ്വയംഭോഗം മാറാൻ എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു തെറ്റ് പതിവായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം എന്ന് നമുക്ക് തോന്നുന്നുണ്ട്, പക്ഷേ പല സാഹചര്യങ്ങളെ കൊണ്ടും നടക്കുന്നില്ല. അങ്ങനെയുള്ള വിഷമം അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഇസ്മാണ് ബാഇസ് എന്നുള്ളത്. എല്ലാ ദിവസവും ഉറങ്ങാൻ നേരം വുളു എടുത്തുകൊണ്ട് കിടക്കയിൽ ഇരുന്ന് കിബിലക്ക് മുന്നിട്ട് യാ ബാഇസ് യാ അല്ലാ, യാ ബാഇസ് യാ അല്ലാ എന്ന് വലത് കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് 100 തവണ ചൊല്ലുന്ന പതിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ദുഷിച്ച ചിന്തയിൽ നിന്ന്, തെറ്റിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കും. ഏതൊരു ദുഷിച്ച ചിന്തയാണോ നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്, ഏതൊരു ദുഷിച്ച ചിന്തക്കാണോ നമ്മൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, അതിൽ നിന്ന് നമുക്ക് രക്ഷ ലഭിക്കും. അള്ളാഹുവിൻ്റെ സഹായം ആ വിഷയത്തിൽ ലഭിക്കുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. മൂന്നാമത്തെ ഒരു അമൽ എന്നുള്ളത് കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കാൻ. അതുപോലെ നമ്മൾ തെറ്റുകാരാണ് എന്ന് എല്ലാവരും പറയുന്നു, എല്ലാവരും കുറ്റപ്പെടുത്തുന്നു. പക്ഷേ നമ്മുടെ ഭാഗത്തുള്ള ന്യായം അത് നമുക്ക് മാത്രമേ അറിയുകയുള്ളൂ. നമ്മുടെ നിരപരാധിത്വം ജനങ്ങൾക്ക് മുമ്പിൽ തെളിയിക്കാൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ തെളിയിക്കാൻ നമുക്ക് കഴിയും. പൊതുജനങ്ങൾക്ക് മുമ്പിൽ കൂടി തെളിയിച്ചാൽ മാത്രമാണ് നമ്മുടെ ഇസ്സത്ത് നിലനിൽക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട ഒരു ഇസ്മാണ് ബാഇസ് എന്നുള്ളത്. കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കുന്നതിന് വേണ്ടി പല ആളുകൾക്കും പലപ്പോഴും പറഞ്ഞു കൊടുക്കാറുള്ള അത്ഭുതകരമായ ഒരു ദിക്റാണ് ബാഇസ് എന്നുള്ളത്. അനുകൂലമായ റിസൾട്ട് കിട്ടിയ ധാരാളം ആളുകളും അനുഭവം പറയാറുണ്ട്. അപ്പൊ കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി ലഭിക്കാൻ നമ്മുടെ നിരപരാധിത്വവും നമ്മുടെ ന്യായവും പൊതുജനങ്ങൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നീതിപീഠത്തിന് മുമ്പിൽ നമുക്ക് തെളിയിക്കുന്നതിന് വേണ്ടി ബാഇസ് എന്നുള്ള ഇസ്മിനെ നമ്മൾ ധാരാളം അധികരിപ്പിച്ചാൽ മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നാലാമത്തെ ഒരു അമൽ എന്നുള്ളത് സ്നേഹം ലഭിക്കാൻ, അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കണം, നമ്മുടെ കുടുംബങ്ങളുടെ സ്നേഹം ലഭിക്കണം, നമ്മുടെ അയൽവാസികളുടെ സ്നേഹം ലഭിക്കണം, ഈ സമൂഹത്തിലുള്ള എല്ലാ വ്യക്തികളുടെയും സ്നേഹം നമുക്ക് ലഭിക്കണം, നമ്മുടെ സഹപ്രവർത്തകരുടെ സ്നേഹം നമുക്ക് ലഭിക്കണം. ആരുടെ സ്നേഹവും നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള അത്ഭുതകരമായ ഒരു ഇസ്മാണ് ബാഇസ് എന്നുള്ളത്. ബാഇസ് എന്നുള്ള ഇസ്മിനെ അതിൻ്റെ അതത് പ്രകാരം 573 തവണ യാ ബാഇസ് യാ അല്ലാ, യാ ബാഇസ് യാ അല്ലാ, യാ ബാഇസ് യാ അല്ലാ എന്ന് എല്ലാ ദിവസവും ചൊല്ലി വരുന്നൊരു പതിവ് നമുക്കുണ്ടെങ്കിൽ എല്ലാവരുടെയും സ്നേഹം നേടിയെടുക്കാൻ നമുക്ക് കഴിയുമെന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. ബാഇസ് എന്നുള്ള അത്ഭുതകരമായ ഇസ്മിൻ്റെ ഒരുപാട് അമലുകൾ ഇനിയും നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്.
വളരെ പ്രധാനപ്പെട്ട ചില അമലുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ഈമാനോടെ നല്ല തവക്കുലോടെ ചെയ്ത് റിസൾട്ട് നേടിയെടുക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്മാഉൽ ഹുസ്നയെ ചേർത്ത് പിടിക്കാനും അസ്മാഉൽ ഹുസ്ന കൊണ്ട് വിജയിക്കാനും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.